പ്രതിജ്ഞ എടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ സ്കൂളിൽ ചേർത്തോന്ന് നിങ്ങൾ വിചാരിക്കാൻ നിൽക്കണ്ട. ഇന്ത്യ ടാഗായിട്ട് നടക്കുന്ന ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരുന്നു ഇന്ന്. മെയിൻ ആയിട്ട് ആൾക്കാരെ ഹെൽത്തിയും ഫിറ്റും ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ പ്ലഡ്ജ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ടീം വൈസ് ആയിട്ടായിരുന്നു മത്സരം. നമ്മളെ ടീമിനെ പോയിട്ട് ഞാൻ ആദ്യം തന്നെ ചിയറാക്കി. യോ ജീത്തിന വാല ടീമാ. അങ്ങനെ ഫസ്റ്റ് തന്നെ മെയിനാവലിന്റെ മൂത്താപ്പായ ഞാൻ തന്നെ കളിക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ കുളൂസിൽ ലെമൺ സ്പൂണൊക്കെ കണ്ട് ലെമൺ സ്പൂൺ ഇറങ്ങിയപ്പോ നമ്മൾ വിചാരിച്ചു നമ്മൾ തന്നെ വിജയിന്ന്. ഓരോരുത്തരെ ഓടൽ കണ്ടപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ഭാഗ്യത്തിന് നാരങ്ങ നിലത്ത് വെക്കാത്തോണ്ട് നാരങ്ങ സ്പൂണെങ്കിലും കിട്ടി. അങ്ങനെ അടുത്തത് ഗേൾസിന്റെ മത്സരമായിരുന്നു. ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുത്ത് സൂര്യനെ പറഞ്ഞു വിട്ടെങ്കിലും കളിക്കുന്നതിന് മുന്നേ പുറത്തായി. സന്തോഷമുള്ളൂ എന്നോട് പറഞ്ഞെങ്കിൽ ഓള് ഉദ്ദേശിച്ചത് സങ്കടമുണ്ട് ട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ, ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ശുരുവാത്ത് കുച്ച് നീ ഹൈ. അങ്ങനെ ഇടപെടലും എല്ലാ ഗെയിംസിലും തോറ്റു കിടക്കുന്ന നമ്മളെ ടീമിനെ മുന്നിൽ ഇറക്കാനും വേണ്ടി മാമിനെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കളിക്കിറക്കി. ഈ എന്റെ മോട്ടിവേഷൻ കൊണ്ടുള്ള മാമിന്റെ ആ ചിരി കണ്ടോ? ജീത്ത് ഹമാരാ ഹൈ സർ, ഫിക്സ് ഹൈ സർ. ഡയലോഗ് അടിക്ക് ഒരു കുറവില്ലാത്തതുകൊണ്ട് പൊട്ടുന്നതിന് ഒരു കുറവില്ലായിരുന്നു. അങ്ങനെ കളിയിൽ ലാസ്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള ഒരു നിയമം തെറ്റിച്ച് കച്ചറ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പോയിന്റ് നേടി. അങ്ങനെ മാമാക്കി അടുത്ത മാമിനെയും പുറത്തിറങ്ങിയെങ്കിലും അതും നമുക്ക് തോൽവിയായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഏക്കോട്ടിൽ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഫൈസ് തന്നെ ഇറങ്ങി അടുത്ത കളിക്ക്. പീപ്പിളി വിളിക്ക് കാത്തു നിന്നുകൊണ്ട് ഓടാൻ നേരം വയ്ക്കെങ്കിലും ഫിനിഷ് ചെയ്തില്ലേ നമ്മൾ ഫസ്റ്റ് തന്നെ ആയിട്ട്. ഇവരൊക്കെ എന്താ നോക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഓഡിയോ ഫോഴ്സിൽ അറിയാണ്ട് ഞാൻ ആ ജില്ല തന്നെ വിട്ടുപോയി. ഔട്ട്ഡോർ മത്സരമൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇൻഡോറിലേക്ക് പോവാം. മൂത്താപ്പായ നമ്മൾ ഇറങ്ങാത്ത കളി ഉണ്ടോ? ഫസ്റ്റ് തന്നെ ഇറങ്ങിയത് TT കേനി. പണ്ട് കോളേജിൽ TT ഉണ്ടായപ്പോൾ അതിന്റെ ഫുൾ ഫോം ടേബിൾ ടെന്നീസ് ആണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരു മാസം എടുത്തിനി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് TT പഠിക്കുന്നതും കളിക്കുന്നതും കൊറോണന്റെ സമയത്ത് മൂഞ്ചിത്തട്ടി ഇരിക്കുമ്പോൾ കൊറോണ അടിച്ചു കൊല്ലാനുള്ള സ്കിൽ ഉണ്ടാക്കാനും വേണ്ടിയാണ്. കളി ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് സ്കില്ല് പോയിട്ട് കില്ല് ചെയ്യാനുള്ള പവർ പോലും ഇല്ലാന്ന്. 2 കൊല്ലമായിട്ട് ബാറ്റ് എടുക്കാത്തതുകൊണ്ട് നമ്മളെ കയ്യിൽ ആകണ്ടായതിനെ കോൺഫിഡൻസ് മാത്രമേ ഇനി. അങ്ങനെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആരുടെ ഒരു പ്രാർത്ഥന കൊണ്ട് അവസാനം നമ്മൾ ഫൈനലിൽ സെക്കൻഡ് പ്രൈസ് നേടി. നമ്മൾ സെക്കൻഡ് പ്രൈസ് കൊണ്ട് വിടോ പിന്നെ പോയില്ലേ അവിടെ തല്ലുണ്ടാക്കാനല്ലേ നമ്മൾ പണ്ടേ ഉസാറാണെന്ന്. അവസാനം ഫസ്റ്റ് എന്തായാലും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ വടംവലിക്ക് ഇറങ്ങി. വടം പോയിട്ട് ഒരു സിഗരറ്റ് പോലും വലിക്കാൻ അറിയാത്ത ഞാനൊക്കെ എന്തോ കണ്ടിറങ്ങാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി എല്ലാരോടും പറഞ്ഞു ഓയിട്ടങ്ങ് വലിച്ചാൽ മതി ഇങ്ങോട്ട് പോന്നോളൂന്ന്. നമ്മളെ ടീം മെയിൻ ആയിട്ട് ചെയ്തത് ഓയി ഇടൽ മാത്രമേ ഇനി ജയിച്ചത് മൊത്തം മറ്റേ ടീമേനി. ഇതൊന്നും നമുക്ക് പറ്റിയ ഐറ്റംസ് അല്ലാന്ന് കണ്ടോണ്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. ഫുഡിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇതുവരെ കാണു പോലും ചെയ്യാത്തവരൊക്കെ ഫുഡ് കണ്ടപ്പോ എവിടെ നിന്നൊക്കെ പൊങ്ങി വന്ന്. ഇന്നലെ നമ്മളെ മോഹൻരാജേട്ടൻ കമന്റിൽ പ്രത്യേകം ചോദിച്ചതാണ് ഫുഡിന്റെ ഗെയിം ഒന്നും ഇല്ല എന്നുള്ളത്. നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കി വിടാൻ കഴിയോ? ഏരാധകർക്ക് വേണ്ടി അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്ന ഐറ്റമാണ് പയം തീറ്റി മത്സരം. രാവിലെ മുതൽ ടീഷർട്ടിനകത്ത് വയറും കയറ്റി പിടിച്ച പള്ളിയും പുറത്തേക്കിട്ട് നമ്മൾ തുടങ്ങിയില്ല തീറ്റ. പണ്ട് പേരയില് പൈക്കാനും വേണ്ടി കെട്ടിവെച്ച കൊല തിന്ന് തീർക്കുന്ന നമ്മളെ മുന്നിൽ ഇതൊക്കെ എന്ത് നിസ്സാരം. അപ്പൊ ഇതുപോലെ വെറൈറ്റി ഗെയിംസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയട്ടോ. തൽക്കാലം നമ്മൾ കൊല തീർത്തിട്ട് വരാം.